أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാനിലെ 7 മുതൽ 12 കൂടിയ 6 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. യൂഫൂന, അവർ പൂർത്തിയാക്കുന്നവരാണ്. ബിന്നദ്രി, നേർച്ചകളെ. യൂഫൂന ബിന്നദ്രി, അവർ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ്, വാക്ക് പാലിക്കുന്നവരാണ് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വയഖാഫൂന യൗമൻ കാന മിഖ്ദാറുഹു. വയഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നുണ്ട്. കാന ശർറുഹു മുസ്തതീറ, അതിൻ്റെ വിപത്ത് വളരെ ഭയാനകമാണ്. വലിയ വിപത്തുള്ള ഒരു ദിവസത്തെ അവർ ആ ദിവസത്തിൻ്റെ ഷർറ് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. വയുതഇമൂന ത്വആമ, അവർ ഭക്ഷണം നൽകുന്നു, ആഹാരം നൽകുന്നു. അലാ ഹുബ്ബിഹി, അള്ളാഹുവോടുള്ള സ്നേഹം കാരണത്താൽ. മിസ്കീനൻ, അഗതിക്ക്. വയതീമൻ, അനാഥന്. വഅസീറ, ബന്ധനസ്ഥന് അഥവാ അടിമകൾക്ക്. അള്ളാഹുവോടുള്ള സ്നേഹം കൊണ്ട് അവർ ഭക്ഷണം നൽകുന്നുണ്ട്, അഗതിക്കും അനാഥനും അടിമക്കുമൊക്കെ തന്നെ. ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹ്. ഇന്നമാ നുതഇമുക്കും, തീർച്ചയായും നാം നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ജസാഅൻ, വല്ല പ്രതിഫലവും. വലാ ശുക്കൂറ, നന്ദിയും. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലമോ നന്ദിയോ നന്ദിവാക്കോ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറാ. ഇന്നാ നഖാഫു മിർ റബ്ബിന, ഞങ്ങൾ ഞങ്ങളുടെ നാഥങ്കലിൽ നിന്ന് ഭയപ്പെടുന്നു. ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ, ഒരു ദിവസത്തെ. അബൂസൻ, അങ്ങേയറ്റത്തെ ദുസ്സഹമായ, സഹിക്കാൻ പറ്റാത്ത. ഖംതരീറ, ഭയാനകമായ. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ നിന്നും വളരെ ദുസ്സഹമായ, ഭയാനകമായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഫവഖാഹുമുല്ലാഹ്, അപ്പോൾ അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഫവഖാഹുമുല്ലാഹ്, അങ്ങനെ അള്ളാഹു
അവരെ രക്ഷപ്പെടുത്തി ശർറദാലിക്കൽ യൗം, ആ ദിവസത്തിൻ്റെ ദോഷത്തിൽ നിന്ന്, ആ ദിവസത്തിൻ്റെ ദോഷത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. വലക്കാഹും, അവർക്കവൻ കൈവരുത്തി കൊടുക്കുകയും ചെയ്തു. നളറത്തൻ, സൗഖ്യവും, വസുറൂറ, സന്തോഷവും. ആ ദിവസത്തിൻ്റെ ദോഷത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ അവർക്ക് സൗഖ്യവും സന്തോഷവും അള്ളാഹു കൈവരുത്തി കൊടുക്കുകയും ചെയ്തു. വജസാഹും, അവർക്ക് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകി. ബിമാ സ്വബറു, അവർ ക്ഷമിച്ച കാരണത്താൽ അവരുടെ സഹനത്തിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകി. ജന്നത്തൻ, സ്വർഗം, വഹരീറ, പട്ടും. അള്ളാഹു അവർക്ക് സ്വർഗീയ വിഭവങ്ങളും പട്ടുവസ്ത്രങ്ങളും അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കിട്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, പോകുന്ന സ്ഥലത്തൊക്കെ ഉറവ പൊട്ടി ഒഴുകുന്ന ശുദ്ധജലം അതിപ്രധാനമായും അവർക്ക് ലഭിക്കുന്ന വിഭവങ്ങളിൽ പെട്ടതാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളുടെ പൊതു സ്വഭാവം പറയണം. അവർ കരാറുകൾ പാലിക്കും, വാഗ്ദത്തം അത് പുലർത്തും. അള്ളാഹുവുമായുള്ള കരാറുകൾ, പ്രത്യേകിച്ചും മറ്റുള്ള ആളുകളോടുമായി ചെയ്തിട്ടുള്ള കരാറ്, അതും അവർ പാലിക്കുന്നവരായിരിക്കും. നേർച്ചകൾ പാലിക്കും. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അതപ്പടി അവർ ചെയ്യും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും പറയപ്പെട്ട ഒരു സംഭവമുണ്ട്. അവരുടെ കുട്ടികൾക്ക് അസുഖമായപ്പോൾ 3 ദിവസം തുടർച്ചയായി പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിക്കൊള്ളാം എന്ന് പറയുകയും ആ സമയങ്ങളിലൊക്കെ പാവപ്പെട്ട ആളുകൾ അവിടെ വരികയും അവർ ഭക്ഷണം നൽകുകയും രോഗം സുഖമായതിൻ്റെ സന്തോഷ പ്രകടനം അവർ ആ രൂപത്തിൽ നടത്തുകയും ചെയ്തു എന്നുള്ളത്. നമുക്കും അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നേർച്ചകൾ ചെയ്യാൻ സാധിക്കും. ആ നേർച്ചകൾ പക്ഷേ പാലിക്കുകയും വേണം എന്നർത്ഥം. ഈ നേർച്ചകൾ പാലിക്കുന്നതും വാക്ക് പാലിക്കുന്നതുമൊക്കെ എന്തിനാ? വളരെ ദുസ്സഹമായ, അങ്ങേയറ്റം വിപത്തുകളുള്ള ആ ഒരു ദിവസത്തിൻ്റെ ശർറ്, ആ ഒരു ദിവസത്തിൻ്റെ നാശം, അത് ഭയന്നുകൊണ്ടാണ്. മുസ്തതീർ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ് അർത്ഥം. ആളുകളെ പറന്നു പിടിക്കുന്നത് എന്ന വാക്കർത്ഥവും അതിനുണ്ട്. ആ ദിവസത്തിൻ്റെ ഗാംഭീര്യം വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണത്. തീ പടർന്നു പിടിക്കുന്നത് പോലെ, പ്ലാഗ് പടർന്നു പിടിക്കുന്നത് പോലെ മനുഷ്യനെ കാർന്നു തിന്നുന്ന, വളരെ അതിവേഗം മനുഷ്യനെ പ്രാപിക്കുന്ന വിപത്ത്, നരകശിക്ഷ ആ രൂപത്തിലുള്ള ഒന്നാണ്. അതിൽ നിന്ന് രക്ഷ തേടാനാണ് അവർ ഈ വാഗ്ദത്തം നിറവേറ്റുന്നതും അതേപോലെ തന്നെ നേർച്ചകൾ പാലിക്കുന്നതുമൊക്കെ. അതോടൊപ്പം വയുതഇമൂന ത്വാമ, അവർ ഭക്ഷണം നൽകുന്നുണ്ട്, അലാ ഹുബ്ബിഹി, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്. പടച്ച തമ്പുരാനോടുള്ള സ്നേഹം കാരണം അവർ 3 വിഭാഗം ആളുകൾക്ക് മിസ്കീന് ഭക്ഷണം നൽകുന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഗതിയാണ്, സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം പോറ്റാൻ കഴിയാത്ത, അതിന് മാത്രമുള്ള കഴിവില്ലാത്ത, ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും സാമ്പത്തികമായും ഒന്നും കഴിവില്ലാത്ത, സമ്പാദിച്ച് മക്കളെ പോറ്റാൻ കഴിവില്ലാത്ത ആളുകൾ, അവരാണ് മിസ്കീന്മാർ. മറ്റൊന്ന് യതീമൻ, അനാഥൻ.
പാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അവരുടെ അവരുടെ അവരെ നോക്കിയിരുന്ന ആളുകൾ, സംരക്ഷകർ, അവരില്ലാതെ വരുന്നു, അനാഥരായിത്തീരുന്നു. ആ തരത്തിലുള്ള സമ്പാദിച്ചു കൊണ്ടുവരുവാൻ ആളില്ലാത്ത ആളുകൾക്കും ദാനം നൽകേണ്ടതുണ്ട്. മറ്റൊന്ന് അസീറാണ്. അസീർ എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥൻ അല്ലെങ്കിൽ അടിമ. സ്വന്തമായി അധ്വാനിക്കാൻ കയ്യിലും കാലിലും ചങ്ങലകളുള്ളതുകൊണ്ട്, ബന്ധനങ്ങളുള്ളതുകൊണ്ട്, തിട്ടൂരമുള്ളതുകൊണ്ട് അവർക്ക് പോയി അധ്വാനിച്ച് കുടുംബം പോറ്റാൻ സാധിക്കാതെ വരികയും അവരെ കൂടി പരിപാലിക്കാൻ ഈ രൂപത്തിൽ ദാനം നൽകുകയും ചെയ്യേണ്ടതാണ്. ഈ ദാനം നൽകുമ്പോൾ 2 ലക്ഷ്യങ്ങൾ ഒരിക്കലും പാടില്ല. ദാനം നൽകുന്നത് ആളുകൾക്ക് അവർക്ക് ഞങ്ങൾ ദാനം നൽകുന്നവരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. ഇന്നമാനു തഴിക്കും ലിവജില്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെ മുഖം മാത്രമാണ്, അള്ളാഹിൻ്റെ തൃപ്തി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്ത് ദാനം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ മോഹിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. മനുഷ്യന് ഞങ്ങൾ നേരത്തെ കൊടുത്തത് കൊണ്ട് ഞങ്ങളോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല, അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയ കോലത്തിൽ അവർ നമ്മളെ സഹായിച്ചില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരാളെ സേവിക്കുമ്പം, സഹായിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഈ ഭൗതിക ലോകത്തു നിന്ന് അത് തിരിച്ചു കിട്ടണം, ഇവരിൽ നിന്ന് ഒരു നന്ദി വാക്കെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കാൻ പാടില്ല. മാത്രമല്ല ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ, ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു. മിർ റബ്ബിന, ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള, യൗമൻ അബൂസൻ ഖംതരീറ, അത് അങ്ങേയറ്റം ദുസ്സഹമായ, അതിഭയങ്കരം, അസഹിക്കാൻ പറ്റൂല നരകശിക്ഷ. അതേപോലെ തന്നെ ഭയങ്കരമായിരിക്കും നരകശിക്ഷ. ആ തരത്തിലുള്ള നരകശിക്ഷ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നതെന്നർത്ഥം. ദുസ്സഹമായ, ഭയാനകമായ ആ ദിവസത്തെ ശിക്ഷയിൽ നിന്നുള്ള മുക്തി, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും അവർക്ക് ഇതിന് പിന്നിൽ ലക്ഷ്യമായിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഫവഖാഹും അല്ലാഹു ശർറ ദാലിക്കൽ യൗം, ആ ദിവസത്തെ നാശത്തിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചു. മാത്രമല്ല അവർക്ക് സൗഖ്യവും സന്തോഷവും അള്ളാഹു നൽകുകയും ചെയ്തു. അവരുടെ പുണ്യപ്രവർത്തിക്ക് പിന്നിൽ അവർ ലക്ഷ്യമാക്കിയിരുന്ന 2 കാര്യങ്ങളും, ഒന്ന് അള്ളാഹുവിൻ്റെ പ്രീതിയായിരുന്നു, മറ്റൊന്ന് അന്ത്യനാളിലെ രക്ഷയായിരുന്നു. ഇത് രണ്ടും അള്ളാഹു അവർക്ക് നൽകും. അത് തീർച്ചയായും നൽകിയിരിക്കുന്നു എന്ന രൂപത്തിലാണ്, അത് കിട്ടിക്കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ലഖാഹും, അവർക്ക് കൈവരുത്തി കൊടുത്തു എന്ന് പറയുന്നത്. തീർച്ചയായും വരും കാലങ്ങളിൽ അങ്ങ് നടക്കും, അതുകൊണ്ട് നടന്നിരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ പറയാം. അതേപോലെ അവരുടെ ക്ഷമ കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം, സ്വർഗീയ വിഭവങ്ങൾ, അതുപോലെ തന്നെ പട്ടുവസ്ത്രവും അവർക്ക് നൽകും. അവർ വിശപ്പും കഷ്ടപ്പാടുകളുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നുണ്ടാവും. ആരും ധനസഹായം നടത്തുമ്പോൾ അവരുടെ കുടുംബത്തിന് യഥേഷ്ടം ലഭിക്കുമായിരുന്ന നന്മകളാണ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്. അതിൻ്റെ പേരിൽ വീട്ടുകാരിക്കോ കുടുംബത്തിനോ ഒക്കെ തന്നെ ക്ഷമിക്കേണ്ടി വരുന്ന, സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. യഥേഷ്ടം കഴിച്ചിരുന്നത് ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. അതല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നമ്മൾക്ക് തന്നെ കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ ദരിദ്രൻ ഇതുപോലുള്ള ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പങ്കുവെക്കുമ്പോൾ അത് ആ ഉള്ളത് മറ്റേ ആൾക്കും കൂടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സഹനം, ക്ഷമ, ആ ക്ഷമ അതിന് വലിയ പ്രതിഫലം ഉണ്ടെന്ന്. നമ്മൾ മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ അവഗണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ വിശപ്പ് അവഗണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ കുട്ടികളുടെ ക്ഷേമം നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലം. അതിനാണ് സ്വർഗീയ വിഭവങ്ങളും അതേപോലെ തന്നെ പട്ടും അള്ളാഹു നൽകുന്നു എന്ന് പറയുന്നത്.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.